അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സീനത്തിൻ്റെ വീട്ടിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ വന്നു ചേർന്നു. അതെ, ഇന്നലെ വരെ കരഞ്ഞുകൊണ്ടിരുന്ന ആ കുടുംബം ഇന്ന് സന്തോഷത്തിലാണ്. അതെ, ഉമ്മയോട് മകൻ പറയുകയാണ്, ഉമ്മ, ആ മോനെ, ഉമ്മ, ഷെഫി ഉസ്താദിനോട് കാര്യങ്ങളൊന്ന് പറയണ്ടേ, അവൾ സുരക്ഷിതമായിട്ടുണ്ടെന്ന്. മോനെ, ഞാൻ എന്താ പറയാ, ഞാൻ എന്താ പറയാൻ, എനിക്കറിയുന്നില്ല. അങ്ങനെ പറയാൻ പാടുണ്ടോ അറിയില്ല. അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് രക്ഷപ്പെട്ടതല്ലേ അവള്. അപ്പം പിന്നെ അത് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്തായിരിക്കും ഷെഫി ഉസ്താദിൻ്റെ സ്ഥിതി, ഒന്നും ഞമ്മക്ക് അറിയില്ലല്ലോ. ഉമ്മ, ഒന്ന് പറയാം അല്ലേ, അതായിരിക്കും നല്ലത്. എന്താ ഉമ്മയുടെ അഭിപ്രായം? മോനെ, ഷെഫി ഉസ്താദിനോടല്ല പറയേണ്ടത്, അവരുടെ ഉമ്മയോടാണ്. ഉമ്മയോടൊന്ന് പറഞ്ഞേക്കും. ഉമ്മയും ഒരുപാട് വിഷമിച്ചതാണല്ലോ ഈ ഒരു കാര്യത്തിന്. ആ ഉമ്മയുടെ നമ്പർ ഉണ്ട് മോനെ, ഇതാ. അങ്ങനെ ആ നിമിഷം തന്നെ ഉമ്മാക്ക് വിളിക്കുന്നു. ഉമ്മ ഗൾഫിൽ തന്നെയാണ്, അവർ നാട്ടിലേക്ക് പോരുവാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. അമ്മായി ഏതായാലും തിരിച്ചു പോരുകയാണ്. പക്ഷേ ഷെഫി ഉസ്താദിന് ഉമ്മ അവിടെ നിൽക്കണമെന്ന് തന്നെയായിരുന്നു താല്പര്യം. ഉമ്മാക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടല്ലോ. പെട്ടെന്നാണ് ഉമ്മയുടെ ഫോണ് ബെല്ലടിക്കുന്നത്. ഷെഫി ഉസ്താദിനോട് ഉമ്മ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ആ നമ്പർ കണ്ടപ്പോൾ, അല്ലാ, പരിചയമുള്ളൊരു നമ്പർ പോലെ. ഉമ്മ ഫോണ്, മോൻ എടുത്തു നോക്ക്. ഉമ്മ എടുത്തോളൂ, ഉമ്മക്ക് ആരെങ്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ തന്നെ ഉമ്മ ഫോൺ എടുത്തു. ഹലോ, അസ്സലാമു അലൈക്കും. അതെ, ശബ്ദം കേട്ടിട്ട് നല്ല പരിചയമുള്ള പോലെ. വലൈക്കും അസ്സലാം വറഹമത്തുള്ളാ. എന്നെ മനസ്സിലായോ? ശബ്ദം കേട്ടിട്ട് നല്ല അറിയണ പോലെ ഉണ്ട്. എന്നാൽ എനിക്ക് പേര് ഇതിൽ സേവ് അല്ലാത്തതുകൊണ്ടേ ഞാൻ സീനത്തിൻ്റെ അമ്മയാണ്. ഒരു നിമിഷം അതാ ആ ഉമ്മ ഞെട്ടിത്തെറിച്ചു പോയി. അത് അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വീണു പോകുമോ എന്ന് വരെ ഭയപ്പെട്ടു. ഉമ്മ, എന്താ? അല്ലാ താത്ത, ഏതായാലും സാരല്ലട്ടോ. അതെ, അതൊന്നല്ല ഞാൻ പറയാൻ വിളിച്ചത്. എന്താന്ന് വെച്ചാലേ, ഇതുവരെ കണ്ണീരോടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളെ മകളെ നഷ്ടപ്പെട്ടു, മരുമകനെ നഷ്ടപ്പെട്ടു, ഒക്കെ നഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ. പക്ഷേ എന്തു പറ്റി? മോള് സുരക്ഷിതമായൊരു ഇരിടത്തുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 7 മാസം ഗർഭിണിയാണത്രേ. അതെ, ഒരു നിമിഷം ഉമ്മ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ, അല്ലാഹ്, ഒന്നും പറ്റിയിട്ടില്ലല്ലേ? ഇല്ല, ഒന്നും പറ്റിയിട്ടില്ലല്ലോ. ഭാഗ്യത്തിന് രക്ഷപ്പെടുത്തിയൊരു യുവാവ് ഇവിടെ വന്നിരുന്നു. അവരെ വീട്ടിൽ സുരക്ഷിതമായി ഉണ്ട് അവള് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ റാഹത്തായി, അൽഹംദുലില്ലാ. ഇനി അവളെ കൂട്ടിക്കൊണ്ടുവരണം. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മാക്കത് കേട്ടപ്പോൾ സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു. അതെ, തൻ്റെ പൊന്നുമോനെ ചതിച്ചു പോയ അവൾ, മറ്റൊരുത്തൻ്റെ കൂടെ പോയവൾ. പക്ഷേ ആ കുഞ്ഞ് 7 മാസം ഗർഭിണിയാണ് അവള്. അതറിഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ, പഠിച്ചോനെ, എൻ്റെ ഷെഫിൻ്റെ കുഞ്ഞായിരിക്കുമല്ലോ, പഠിച്ചോനെ, എൻ്റെ ഒരു പേരക്കുട്ടിനെ കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് റബ്ബേ. എന്താണെന്നറിയില്ല, അതുവരെ ചെയ്ത തെറ്റുകളെല്ലാം ഉമ്മ അങ്ങ് ക്ഷമിക്കുകയായിരുന്നു. ഗർഭിണിയാണെന്ന് കേട്ടപ്പോഴാണ് ആ ഉമ്മയുടെ മനസ്സ് കൂടുതൽ അലിഞ്ഞത്. ഉമ്മ, ആരെ വിളിച്ചത്? ഷെഫി ഉസ്താദ് ഉമ്മയുടെ തൊട്ടടുത്ത് വന്നിരുന്നു. ഉമ്മയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, ഉമ്മ, ആര് വിളിച്ചു ഉമ്മ? പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടി ദ്വാരക്കലുണ്ടോ? ആ ഉണ്ടല്ലോ. എന്തിനൊക്കെ ദ്വാരക്കാറുണ്ട് ഉമ്മ? ഞാൻ ദ്വാ ചെയ്യും, എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, പിന്നെ ഉമ്മാക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടും. അല്ല, ഉമ്മാൻ്റെ കുട്ടി വേറെ ആയിരിക്കും? ഉമ്മ, എനിക്ക് നഷ്ടപ്പെട്ടൊരു കുഞ്ഞ്, അതെൻ്റെ മനസ്സിൽ വല്ലാത്ത വേദനയാണ്. ആ പ്രാർത്ഥന എപ്പോഴും ഉണ്ട് എനിക്ക്. പൊന്നു മോനെ, എന്നാ അമ്മാൻ്റെ കുട്ടി ഒരു കാര്യം കേട്ടോ, നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടില്ല. അവളുടെ വയറ്റിൽ തന്നെയുണ്ട്, 7 മാസം ഗർഭിണിയാണത്രേ അവള്. അതെ, അവരുടെ ഉമ്മയാണ് വിളിച്ചത്. അവരുടെ വീട്ടിലേക്ക് ഒരു യുവാവ് വന്നിട്ട് പറഞ്ഞല്ല കാര്യങ്ങൾ, ഞങ്ങളുടെ വീട്ടിലുണ്ട്, എൻ്റെ ഉമ്മാനെ ഏൽപ്പിച്ച് പോന്നൊക്കെയാണ്, ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളത്. ഒരു നിമിഷം ഷെഫി ഉസ്താദ് ഞെട്ടിത്തെറിച്ചു പോയി. അല്ലാഹ്, അൽഹംദുലില്ലാ. അതെ, തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷം. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ഓരോ ചിന്തകൾ വന്നു. അതെ, കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം, അവൾ അവളുടെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ, ഇനി അവളെ ഞാൻ ജീവിതത്തിലേക്ക് കൈപിടിച്ചൊന്നും കൊണ്ടുവരുന്നു.
ഉമ്മ അതല്ല നല്ലത്. ആയിക്കോട്ടെ മോനെ, എന്നാലും കുഞ്ഞിനൊന്നും ഇല്ലാതൊക്കെ വേണ്ടി ദുആ ചെയ്യാം ഞമ്മക്ക്. ഉമ്മ, അവൾ അവളുടെ ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ, നമ്മൾ നിർബന്ധിക്കേണ്ട. അവളുടെ ഇഷ്ടങ്ങൾക്കൊക്കെ നമ്മൾ എതിര് നിന്നു അല്ലേ? അവള് ഓരോ കാര്യം പറയുമ്പോൾ നമ്മളതൊക്കെ ഇസ്ലാമികമായ രീതിയിൽ അവളെ നമ്മൾ ചേർത്ത് പിടിക്കാൻ നോക്കി. പക്ഷെ അവൾക്കതൊന്നും പറ്റിയില്ല അല്ലേ? അവൾ അവളുടെ ഇഷ്ടങ്ങൾ തിരഞ്ഞെടുത്തു. പക്ഷെ കുഞ്ഞ്, അതെ, നമുക്കൊരു മുസ്ലിമായിട്ട് ആ കുഞ്ഞിനെ വളർത്തണം. അതാണുമ്മ എൻ്റെ ആഗ്രഹം. ആ ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് എത്ര എൻ്റെ കുട്ടിയുടെ, എൻ്റെ പേരക്കുട്ടിയല്ലേ റബ്ബേ, എനിക്ക് വല്ലാത്തൊരു. ആ രാത്രി ഷെഫി ഉസ്താദ് അതാ തൻ്റെ ബെഡ്റൂമിലേക്ക് കടന്നു. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്തോ ഒരു ആലോചനയിലാണ്. ആ മുകളിലത്തെ റൂമിൽ ജനലിലൂടെ ആ പൂർണ്ണമായ ചന്ദ്രൻ ഞങ്ങളെ നോക്കി ചിരിക്കുന്ന പോലെ അതാ ബത്തൂലിന് തോന്നുകയാണ്. എന്നാൽ ആ നിലാവിലേക്ക് നോക്കിക്കൊണ്ട് പ്രിയപ്പെട്ട ഷെഫി ഉസ്താദ് നോക്കിയിരിക്കുകയാണ്. എന്നാൽ എപ്പോഴും മണിയറയിലെത്തിയാൽ നല്ല രീതിയിൽ സന്തോഷത്തോടെ തന്നോട് സംസാരിക്കുന്ന ഭർത്താവ് അന്നല്പം മൗനമായി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ബത്തൂൽ അതാ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നിന്നു. എന്താ പൂർണ്ണചന്ദ്രനിൽ എന്തെല്ലാം കാണുന്നുണ്ട്? നാളെ ഇതിൻ്റെ അർത്ഥമാണോ എനിക്ക് പറഞ്ഞു തരാനുള്ളത്? വശംസി വൽഹഹ വൽ ഖമരി ഇദാ തലഹ എന്ന് പറഞ്ഞ് അതിനെ കുറിച്ചായിരിക്കില്ലേ? അദ്ദേഹം ഒരു ചെറുപുഞ്ചിരി അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ വിരിഞ്ഞു. ബത്തൂൽ, അല്ലാ, എന്താ മുഖത്ത് സന്തോഷം കാണുന്നുണ്ട്, ദുഃഖവും കാണുന്നുണ്ട്, എന്തു പറ്റി? ഒരിക്കൽ പോലും തൻ്റെ ആദ്യ ഭാര്യയെയും ഗർഭിണിയായ, അതെ, ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെയും കുറിച്ചാണ് ഓർക്കുന്നതെന്ന് ബത്തൂലിന് മനസ്സിലായില്ല. എൻ്റെ ഇക്ക എന്തു പറ്റി? അല്ലെങ്കിലും പൂർണ്ണചന്ദ്രനെ കാണുമ്പോഴേ, എൻ്റെ പ്രിയപ്പെട്ട മണിമാരൻ്റെ മുഖത്തേക്ക് അത് തട്ടിത്തിളങ്ങുമ്പോഴേ വല്ലാത്തൊരു മൊഞ്ചാണ് കേട്ടോ. അതെ, ഓരോ സാഹിത്യങ്ങൾ അവൾ പറയുന്നു. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ എവിടേക്കോ ചിന്ത വല്ലാതെ പതറിപ്പോകുന്നുണ്ട്. അതെ, തൻ്റെ കുഞ്ഞിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള യഥാർത്ഥ സത്യം അതറിഞ്ഞപ്പോൾ എൻ്റെ ബത്തൂലിനോട് അതെങ്ങനെ പറയണം എന്ന് തോന്നിപ്പോയി. ബത്തൂൽ, എന്താ ഇക്ക, എന്തു പറ്റി? ഓ, ഈ മുഖം കുറച്ച് വാടിയിട്ടുണ്ടല്ലോ. അതെ എൻ്റെ ഉസ്താദേ, നിങ്ങളെ മുഖം ഒരിക്കൽ പോലും വാടുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്കെപ്പോഴും പുഞ്ചിരി നിറഞ്ഞ ഈ മുഖമാണ് ഇഷ്ടം. ബത്തൂൽ, ആ, എന്തു പറ്റി? നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് കടന്നു വന്നാൽ എങ്ങനെ ഇരിക്കും? അതെ, ഉസ്താദിൻ്റെ ആഗ്രഹം അതായിരുന്നു. സീനത്തിനോട് കുഞ്ഞിനെ വാങ്ങുക, എന്നിട്ട് വളർത്തുക. അതെ, സീനത്ത് അവളുടെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് ഉസ്താദിൻ്റെ പ്ലാനിങ്. സീനത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടാക്കണ്ട, അവൾ തൊലാക്ക് ചൊല്ലി അവൾ ഒഴിവാക്കുക, എന്നിട്ട് അവൾ ജീവിച്ചോട്ടെ അവളുടെ ഇഷ്ടത്തിന്. നമ്മളായിട്ട് അവളുടെ ജീവിതം, ഒരാളുടെ ജീവിതം നമ്മൾ കേടുവരുത്തരുത്. അതെ, അവളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അതായിക്കോട്ടെ. എന്നാൽ തൻ്റെ കുഞ്ഞിപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിന് ശേഷം ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത വല്ലാത്തൊരു സന്തോഷമായിരുന്നു. പടച്ച റബ്ബിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാ. പക്ഷേ ഗർഭിണി, അതെ, അവൾ ഗർഭാവസ്ഥ കഴിയുന്നതുവരെ എനിക്ക് അവളുടെ കാര്യത്തിൽ ചുമതലയുണ്ടാവുമായിരിക്കും. പക്ഷേ അതങ്ങനെയല്ല. അവൾ മറ്റൊരുത്തൻ്റെ കൂടെ പോയതായതുകൊണ്ട് ഉസ്താദിന് സത്യം പറഞ്ഞാൽ ആകപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അല്ലാ റബ്ബേ. തൻ്റെ പ്രിയപ്പെട്ട ബത്തൂൽ വീണ്ടും വീണ്ടും ചോദിക്കുന്നു, എന്തു പറ്റി? എങ്ങനെ അല്ലല്ലോ, എന്നും എന്നോടാണ് ഒരു കിന്നാരം പറഞ്ഞിട്ടും ഒക്കെ തുടങ്ങല്ലേ. ഇതിപ്പോൾ ഞാനൊരുന്ന് പറഞ്ഞിട്ടും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്താണ് ബത്തൂൽ? ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ജീവിതത്തെക്കുറിച്ച്. അത് എൻ്റെ ജീവിതം, അത് എൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമല്ലാതെ, അതായത് ഇസ്ലാമികമായ ചുറ്റുപാട് ഇഷ്ടമല്ലാതെ ഒരു പെണ്ണ് പോയ കഥ. ആ, സീനത്തിൻ്റെ കഥ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞിരുന്നല്ലോ. ആ, എന്നിട്ട്? അതെ, അവൾ ഇപ്പോൾ ഒരാളുടെ കൈകളിൽ സുരക്ഷിതമാണത്രേ, 7 മാസം ഗർഭിണി. അത് കേട്ട ബത്തൂൽ ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു. അത് ഏതൊരു പെണ്ണും തൻ്റെ ഭർത്താവിനെ
അതാ ഭർത്താവിൻ്റെ ഭാര്യ വരുന്നെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വല്ല ന്യൂസും കേട്ട് കഴിഞ്ഞാൽ ഏതൊരു പെണ്ണിൻ്റെയും മനസ്സെന്ന് പതറും. അവൾ പുഞ്ചിരി ചുണ്ടിൽ വരുത്തിയെങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഉസ്താദേ, എന്നെ ഉപേക്ഷിച്ചു പോവോ? ബത്തൂൽ, നീ എന്താ മോളി പറയുന്നത്? എൻ്റെ പെണ്ണെ, ഞാൻ എന്താ അങ്ങനെയൊക്കെ ചെയ്യോ? നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, എന്നാലും എനിക്ക് വല്ലാത്തൊരു... എന്നാൽ ആ നിമിഷം തന്നെ ഷെഫി ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട ബത്തൂലിനെ നെഞ്ചോട് ചേർത്തു. അതെ, അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ബീവി, എനിക്ക് ഈ ലോകത്തേക്കും പരലോകത്തേക്കുള്ള പെണ്ണാണ് നീ കേട്ടോ. നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. പക്ഷേ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നീ സമ്മതമോളോ? എന്തേക്ക പറഞ്ഞോളൂ. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവളെ സ്വീകരിക്കുന്നതിലോ അല്ലെങ്കിൽ അതൊന്നും ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ എന്നെ ഉപേക്ഷിക്കരുത്. എനിക്ക് ജീവിതം തന്നത് അങ്ങാണ്. എൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയത് അങ്ങയുടെ പ്രാർത്ഥന കൊണ്ടാണ്. അതുകൊണ്ട് എന്നെ ഉപേക്ഷിക്കരുത്. അവരുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. എൻ്റെ ബീവി, ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. അതെ, നിന്നെ ഞാനങ്ങനെ ഉപേക്ഷിക്കാതാ. നീ എൻ്റെതല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങ് പറയുന്നത് എന്തനുസരിക്കാനും ഞാൻ തയ്യാറാണ്. അതെ, അങ്ങ് എന്ത് പറഞ്ഞാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. മോളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ അത്... ആ, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞല്ലോ, സീനത്ത് അവൾ പ്രഗ്നൻ്റാണ്. 7 മാസം. എൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നുണ്ട്. ഒരു നിമിഷം ബത്തൂലിൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു. പുഞ്ചിരിച്ചു കൊണ്ടവൾ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞിനെ നമുക്ക് കിട്ടുമോ? ഞാൻ നോക്കിക്കോട്ടെ. കുഞ്ഞിനെ എനിക്ക് തരുമോ? എൻ്റെ ബത്തൂൽ, ഞാൻ അത് തന്നെയാണ് ചോദിക്കാൻ വന്നത്. പക്ഷെ നീ അപ്പോഴേക്കും അതിനുള്ള ഉത്തരം നൽകി. ഇൻഷാ അല്ലാ, കുഞ്ഞിനെ വാങ്ങണം. ഇസ്ലാമികമായി കുഞ്ഞിനെ വളർത്തണം. അതാണായാലും ശരി, പെണ്ണായാലും ശരി, ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽ വളരണം. ഇസ്ലാമിനെ പ്രബോധനം ഏകണം. ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ, സത്യം പറഞ്ഞാൽ ബത്തൂരിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. എൻ്റെ ഷെഫി ഉസ്താദേ, അതെ, അങ്ങയുടെ എന്തും ഞാൻ സ്വീകരിക്കും. അങ്ങയുടെ കുഞ്ഞിനെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, ഏറ്റവും നല്ലത് തന്നെയാണ്. ബീവിയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും ഷെഫി ഉസ്താദ് പടച്ച റബ്ബിനെ സ്തുതിച്ചു. ഷെഫി ഉസ്താദ് ഓരോന്ന് തീരുമാനിക്കുകയാണ്. അവൾ പ്രസവിക്കട്ടെ. പ്രസവിച്ചതിന് ശേഷം കുഞ്ഞിനെ അവൾ തരികയാണെങ്കിൽ സ്വീകരിക്കണം. അവൾ അവളുടെ ഇഷ്ടമുള്ള ജീവിതം നയിക്കട്ടെ. അവൾക്ക് ഗർഭിണിയാകുന്നതേ ഇഷ്ടമല്ലായിരുന്നു. അതെ, എങ്ങനെയൊക്കെയോ അങ്ങ് പെട്ടുപോയി. എന്ത് ചെയ്യാൻ, ഞാനും ഒരാണല്ലേ. അതെ, എന്നാൽ അള്ളാഹുവിൻ്റെ വിധി ഇതൊക്കെ ആയിരിക്കും. പെട്ടെന്ന് ഗർഭിണിയാവലും എന്തുകൊണ്ട് അവളെ നശിപ്പിക്കാൻ നോക്കിയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ടെൻഷനുള്ളൂ. ഇനിയിപ്പോൾ ഒന്നും അറിയില്ല. എന്നാൽ ഈ സമയം രാജേഷ് അതാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. ചെറിയ രീതിയിലൊരു ബോധക്ഷയം ഇടക്കുമുണ്ടാവും. എങ്കിലും അവിടെ നിന്ന് ഇറങ്ങി നേരെ അതാ അവരുടെ സ്ഥാപനത്തിലേക്ക് വരുന്നു. അവിടെയുള്ള പെൺകുട്ടികൾ പേടിച്ച് വിറച്ചു. ചേച്ചിയും അതെ, എന്താ ഇവിടെ എന്താ ഇവിടെ നടക്കുന്നത്? അവൻ്റെ ആ ഒരു വരവും ശക്തമായ ശബ്ദവും ചേച്ചി വരെ ഞെട്ടിപ്പോയി. അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു സമാധാനമായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും വന്നിരിക്കുന്നു. അതെ, ആ പെൺകുട്ടികളെല്ലാവരും അവനെ കണ്ട് ഓടി ഒളിക്കുന്ന പോലെ. പക്ഷേ അവൻ അതല്ലായിരുന്നു വലിയ നിരാശ. അതെ, അവൾ രക്ഷപ്പെട്ടു. ആ വലിയ സാധനം ആ ഒരു കുഞ്ഞിനെ എങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ എനിക്കെൻ്റെ കോടികളായിരുന്നു. പക്ഷേ അവൾ എവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എനിക്ക് ആ കൃഷിക്കാരനായ അവന് അത്ര അങ്ങോട്ട് വിശ്വാസം പോരാ. അവൻ്റെ കസ്റ്റഡിയിൽ അവളുണ്ട്, അതെനിക്ക് ഉറപ്പുണ്ട്. തട്ടിയെടുക്കണം. ഒരിക്കലും അത് വിട്ടുകൊടുക്കാൻ പാടില്ല. എൻ്റെ കോടികളുടെ സ്വത്താണ്. ആഹാ, രാജേഷിന് ശരിക്കറിയില്ല. അവൻ ഓരോന്ന് പറഞ്ഞു. വീണ്ടും അവൾ കിടക്കുന്നിരുന്ന ആ റൂമിലേക്കൊക്കെ കയറിപ്പോയി നോക്കി. ഓഹ്, സംഭവം ഇവിടെ നിന്നായിരിക്കും പ്രേമം തുടങ്ങിയത്. ഈ വിൻഡോ നേരെ കാണുന്നത് അവൻ്റെ കൃഷിയിടത്തിലേക്കാണ്. അതെ സീനത്തെ, നീ എവിടെയൊക്കെ ഒളിച്ചു കിടക്കുകയാണെങ്കിലോ നിന്നെ പിടിച്ചു വലിച്ച് കുത്തിനെയൊക്കെ നിന്റെ വയറ് കുത്തി കീറി ഞാൻ ആ കുഞ്ഞിനെ പുറത്തെടുക്കും, നോക്കിക്കോ. അവൻ ശൗര്യഭാവത്തിൽ അത് പറഞ്ഞു. ഒരു സിഗരറ്റ് എടുത്ത് കൊളുത്തി നന്നായി പുകവിട്ട് അവൻ അതാ ഇറങ്ങി വരുന്നു.
രാജേഷ്, അതെ, ഏത് സമയം രാജേഷ് സീനത്തിനെ കണ്ടാൽ എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഉറപ്പാണ്. പക്ഷേ അതിനു മുമ്പായിട്ട് നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഷമീറും. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.